വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് മൈസെൽഫ് സുധീവ്. അപ്പോൾ മക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് +1 ഒരു വീഡിയോ ആയിട്ടാണ്. +1 ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ആ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ ഡയറക്ഷനും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ അതിന്റെ ഫിഗർ വരക്കാണ്. അപ്പൊ നോക്കിക്കോ, ഒരു വെക്ടർ ഞാൻ വരച്ചു, വെക്ടറിന്റെ പേര് എ. അടുത്ത വെക്ടർ വരക്കാണ് വെക്ടർ ബി. രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. കുഴപ്പമില്ലല്ലോ, രണ്ട് വെക്ടർ വരച്ചു, വെക്ടർ എയും വെക്ടർ ബിയും. അതിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തു. ഇനി ഇതിനെ കണക്ട് ചെയ്ത് ഒരു പാരലലോഗ്രാം ആക്കി മാറ്റുകയാണ്. ഇതിനെ കണക്ട് ചെയ്ത് എന്താക്കി മാറ്റി? ഒരു പാരലലോഗ്രാം ആക്കി മാറ്റി. ഇനി ആ പാരലലോഗ്രാമിന് പേരിട്ട് കൊടുക്കാൻ പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം നമുക്കറിയാം, രണ്ട് വെക്ടറുകള് ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് വശങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ റിസൾട്ടന്റ് ഏതായിരിക്കും? ഈ പറയുന്ന പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും അവിടുത്തെ റിസൾട്ടന്റ്. അപ്പൊ ഞാനിപ്പോ എന്തൊക്കെ വരച്ചു കഴിഞ്ഞു? രണ്ട് വെക്ടർ എയും വെക്ടർ ബിയും വരച്ചു. അതിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തു. അതിനെ കണക്ട് ചെയ്ത് ഒരു പാരലലോഗ്രാം ആക്കി മാറ്റി. ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും അവിടുത്തെ റിസൾട്ടന്റ്. ഇനി ആ റിസൾട്ടന്റ് വെക്ടറും എ എന്ന് പറയുന്ന വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് ആൽഫ. റിസൾട്ടന്റ് വെക്ടറിന്റെയും വെക്ടർ എയുടെയും ഇടയിലുള്ള ആംഗിൾ ആണ് ആൽഫ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന് പേരിട്ട് കൊടുക്കുകയാണ്. ഈ പറയുന്ന പാരലലോഗ്രാമിന് തുടങ്ങുകയാണ് ഒ പി ക്യൂ. അതേപോലെ R ഞാൻ കൊടുക്കണില്ല, കാരണം R ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് R കൊടുക്കണില്ല, പകരം S എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്റെ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ എന്റെ പാരലലോഗ്രാമിന്റെ പേര് കിട്ടിക്കഴിഞ്ഞു. എന്താണ് പാരലലോഗ്രാമിന്റെ പേര്? OPQS എന്നാണ് പാരലലോഗ്രാമിന്റെ പേര്. ഓക്കെ, ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരക്കാണ്. അതേപോലെ ഇവിടെ നിന്നും വരച്ച് ജോയിൻ ചെയ്തു. ഈ പോയിന്റിനെ S കഴിഞ്ഞാൽ T എന്ന് പേര് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എനിക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടത്തെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടത്തെ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അതേപോലെ നോക്കിയേ, ഈ സൈഡ് ബി എന്ന് പറഞ്ഞ വെക്ടർ ആണ്. അതേ നീളം തന്നെയല്ലേ ഈ സൈഡിനും? ശരിയല്ലേ? ഇതേ നീളം തന്നെയാണ് ഈ സൈഡിനും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഇതും ബി വെക്ടർ ആയിരിക്കും എന്ന് കൊടുക്കാം. അതിനുള്ള കാരണം മനസ്സിലായി? അതേ നോക്ക്, ഈ അതേ നീളം തന്നെയാണ്. അപ്പൊ ഇത് ബി വെക്ടർ ആണ്. അപ്പൊ അതേ നീളം തന്നെയാണ് ഇവിടെയും. അപ്പൊ അതുകൊണ്ടായിരിക്കും ബി വെക്ടർ ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഫിഗർ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചെയ്യേണ്ട കാര്യം ഡെറിവേഷൻ ആണ്. ഡെറിവേഷനിൽ ശ്രദ്ധിച്ച് കേൾക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ 10th പഠിച്ചേക്കണ പോലത്തെ ചെറിയ പ്രൂഫ് ഒക്കെ പഠിക്കാറില്ലേ, അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോട്ടോ. യെസ്, ഇവിടെ ഞാൻ എഴുതാണ് കൺസിഡർ ട്രയാങ്കിൾ QST എന്നുള്ള ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ്. ട്രയാങ്കിൾ QST. ഈ QST എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒന്ന് നോക്കിയിടാം മക്കളെ. ഞാൻ ചോദിക്കുന്ന കാര്യം, എന്താണ് സൈൻ തീറ്റ? സൈൻ തീറ്റയുടെ ഇക്വേഷൻ എന്താ? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവില്ലേ? സൈൻ തീറ്റയുടെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഞാൻ എഴുതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഞാൻ അവിടെ അതിന്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സൈൻ തീറ്റ ഈക്വൽ ടു, ഇവിടെ ഈ ഒരു ട്രയാങ്കിളിൽ ഞാൻ എടുക്കുന്നത് ഈ QST എന്നുള്ള ഈ ചെറിയ ട്രയാങ്കിൾ അല്ലേ, ആ ചെറിയ ട്രയാങ്കിളിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? QT ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും എന്തിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. 90ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? ബി വെക്ടർ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ഈ ബീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ QTനെ അവിടെ തന്നെ നിർത്താം. യെസ്, QTനെ അവിടെ തന്നെ നിർത്തി. ഈക്വൽ ടു ഈ ബി പറഞ്ഞ എന്താവും? അത് ബി സൈൻ തീറ്റ. അപ്പൊ QTയുടെ ഇക്വേഷൻ ഇപ്പൊ കിട്ടി. QTയുടെ ഇക്വേഷൻ എന്താ? QTയുടെ ഇക്വേഷൻ ബി സൈൻ തീറ്റ. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നിട്ട് കൊടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പൊ ഇപ്പൊ QTയുടെ ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതില കോസ് തീറ്റ കണ്ടുപിടിക്കാണ്. കോസ് തീറ്റ, ആ സെയിം ട്രയാങ്കിളിലെ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ പോവാണ്. കോസ് തീറ്റ കാണാനുള്ള ഇക്വേഷൻ എന്താ?
Cos theta ആണല്ലോ ഇക്വേഷൻ എന്താ? adjacent side by hypotenuse. adjacent side by hypotenuse. അപ്പൊ ഈ ഫിഗറിൽ ഒന്ന് നോക്കി പറഞ്ഞേ, കോസ് തീറ്റ എന്ത് വരും? അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തീറ്റയുടെ താഴെ കിടക്കുന്ന അഡ്ജസന്റ് സൈഡ് ഏതാ? എസ് ടി ആണ് അല്ലെ. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ക്യൂ ടി, അഡ്ജസന്റ് സൈഡ് എസ് ടി ആണ്. എസ് ടി ബൈ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം, ഇപ്പൊ തന്നെ നമ്മൾ കണ്ടുപിടിച്ചാണ്. 90ന്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആരാ? ബി ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും ചെയ്യാൻ? നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ, ഈ ബീനെ അങ്ങോട്ട് കൊണ്ടുപോവാ, എസ് ടീനെ അവിടെ തന്നെ നിർത്താം. എസ് ടീനെ അവിടെ തന്നെ നിർത്തിയിട്ട് ഈ ബീനെ പറഞ്ഞുകൊണ്ട് വരുമ്പോ ഇത് എന്തായി മാറും? ബി cos theta. B cos theta. Yes. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ഞാൻ എടുത്തത് QST എന്നുള്ള ചെറിയ ട്രയാങ്കിൾ ആണ്. അടുത്ത ഞാൻ എടുക്കാൻ പോകുന്നത് വലിയ ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിന്റെ പേര് QOT. അടുത്ത ട്രയാങ്കിൾ ഞാൻ എടുക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോട്ടാ, ഫിഗറിൽ നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ QOT. QOT എന്നുള്ള ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്, ശ്രദ്ധിച്ചോട്ടാ. QOT എന്നുള്ള ട്രയാങ്കിളിൽ കൺസിഡർ ചെയ്യുമ്പോഴേ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പൈത്തഗോറസ് തിയറമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് തിയറത്തിൽ എന്താ പറയണേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? ഇതാണ് പൈത്തഗോറസ് തിയറം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി അടുത്ത് ചെയ്യാൻ പോണ കാര്യം നോക്കിക്കോട്ടാ. യെസ്, നോക്കുക. ഹൈപ്പോട്ടന്യൂസ് ഈ വലിയ ട്രയാങ്കിളിൽ ഏത് ട്രയാങ്കിൾ എടുക്കണേ? QOT ആണ്. QOT എന്ന് പറയുമ്പോൾ ഫിഗറിൽ നോക്കിയാൽ മക്കളെ, QOT വലിയ ട്രയാങ്കിൾ ആണ് അല്ലെ? വലിയ ട്രയാങ്കിൾ ആണ് എടുക്കുന്നത്. ആ വലിയ ട്രയാങ്കിളില് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് 90ന്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആരായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് OQ അല്ലെ? OQ. അപ്പൊ ഞാൻ എഴുതുന്നത് OQ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ്. ബേസ് എന്ന് പറയുമ്പോൾ താഴത്തുള്ളത് ബേസ് ആരാ? OT. അപ്പൊ OT സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? QT. യെസ്, അപ്പൊ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തത് മനസ്സിലായില്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നത്, QOT. ഈ ട്രയാങ്കിളില് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 90ന്റെ ഓപ്പോസിറ്റ് ഈ വലിയ സൈഡാണ്. ഈ വലിയ സൈഡ് എത്രയാ? OQ. അപ്പൊ OQ സ്ക്വയർ ഈക്വൽ ടു ബേസ് എന്ന് പറയുമ്പോൾ OT സ്ക്വയർ പ്ലസ് QT സ്ക്വയർ. QT എന്ന് പറയുമ്പോൾ ഏതാണത്? വേണ്ട, ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. യെസ്, ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം, ഫിഗറിൽ നോക്കിയാണ് മക്കളെ. OQ എന്ന് പറഞ്ഞാൽ ഏത് വെക്ടറാ? ഫിഗറിൽ നോക്കിയേ, OQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെക്ടറാണ്? R വെക്ടർ അല്ലേ? റിസൾട്ടന്റ് വെക്ടർ അല്ലേ? അപ്പൊ OQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൊടുക്കും? വെക്ടർ R സ്ക്വയർ ഇസ് ഈക്വൽ ടു OT. OT-യിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. OT-യിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? നോക്കിയേ, ഈ OT-നെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ശ്രദ്ധിച്ച് കേട്ടാ. OT-നെ വേണമെങ്കിൽ എനിക്ക് OS പ്ലസ് ST എഴുതാം, ശരിയല്ലേ? OT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് O തൊട്ട് S വരെയും പ്ലസ് S തൊട്ട് T വരെയും. അപ്പൊ OT-നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? OS പ്ലസ് ST. അപ്പൊ ഇവിടുത്തെ OT-നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. OT-നെ എങ്ങനെ മാറ്റാണ്? OS പ്ലസ് ST ഹോൾ സ്ക്വയർ പ്ലസ് ലാസ്റ്റ് എന്തുണ്ട്? QT സ്ക്വയർ ഉണ്ട്, QT സ്ക്വയർ. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഈ OT-നെ സ്പ്ലിറ്റ് ചെയ്തത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. OT എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ്. അതിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ്? OS പ്ലസ് ST, അതാണ് മൊത്തം OT. ഓക്കെ, ഫൈൻ. ഇനി ഇതിനെ എങ്ങനെ മാറ്റാം? R സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് ഏത് ഫോർമാറ്റിലാണ് എടുക്കണേ? ഏത് ഫോർമുല എടുക്കണേ? A പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല എടുക്കണേ. A പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല എടുക്കണം. നമുക്കറിയാം A പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താ? A പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ അല്ലേ? ഓക്കെ, അവിടെ എഴുതിയാൽ കാണൂല അല്ലെ? ഞാൻ ഇപ്പുറത്തേക്ക് കുറച്ച് നീക്കി എഴുതാട്ടാ, നോക്കിക്കോട്ടാ. A സ്ക്വയർ നോക്ക, A പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഐഡന്റിറ്റി ആണ്, മാക്സി പഠിച്ചതാണ്. ഇതേ ഫോർമാറ്റിലാണ് ഈ OS പ്ലസ് ST എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ OS പ്ലസ് ST-നെ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യും. എന്താ വ്യത്യാസം? എക്ക് പകരം OS കൊടുക്കുക, ബിക്ക് പകരം ST കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു നോക്കിയേ, എന്ത് വരും? A സ്ക്വയർ എന്ന് പറയുമ്പോ OS സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു AB. AB എന്ന് പറയുമ്പോ A ആരാ? OS ഇൻറ്റു B എന്ന് പറഞ്ഞ ആരാ? ST. അത് കഴിഞ്ഞാലോ പ്ലസ് B സ്ക്വയർ. B സ്ക്വയർ എന്ന് പറയുമ്പോ ST സ്ക്വയർ.
അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. സ്പ്ലിറ്റ് ചെയ്യുമ്പോ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ഇക്വേഷൻ എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഈ OS പ്ലസ് എസ് ടി ഹോൾ സ്ക്വയറിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, OS സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു OS ഇൻറ്റു ST പ്ലസ് ST സ്ക്വയർ പ്ലസ്. അപ്പൊ ഈ OS പ്ലസ് ST നെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ബാക്കി ആര് കിടപ്പുണ്ട് ഇവിടെ, QT സ്ക്വയർ കിടപ്പുണ്ട്. പിള്ളേര് സാധാരണയായിട്ട് ഈ പ്ലസ് QT സ്ക്വയറിന് മറന്നു പോകും. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അത് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം പ്ലസ് QT സ്ക്വയറും കൂടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താം. സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം കേട്ടോ. നോക്കാം. R സ്ക്വയർ ഇസ് ഈക്വൽ ടു OS എന്ന് പറഞ്ഞ ഫിഗറിൽ നോക്കിയേ. OS എന്ന് പറഞ്ഞ ഏത് വെക്ടർ ആണ്? OS A എന്ന് പറഞ്ഞ വെക്ടർ ആണ് അല്ലേ. A എന്ന് പറയുന്ന വെക്ടർ ആണ്. OS എന്ന് പറഞ്ഞാൽ ഏത് വെക്ടർ ആണ്? A ആണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യും, OS സ്ക്വയറിന് അങ്ങനെ എന്ത് കൊടുക്കും, A സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു OS എന്ന് പറഞ്ഞാൽ A ആണ്. ST ആരാ നോക്കിയേ, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ST ആരാ? B cos θ ആണ്. അപ്പൊ ഇവിടെ ST ക്ക് പകരം എന്ത് കൊടുക്കും, B cos θ പ്ലസ് ST സ്ക്വയർ ഉണ്ട്. ST സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ST എന്ന് പറഞ്ഞാൽ B cos θ. അപ്പൊ ST സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, B cos θ ഹോൾ സ്ക്വയർ പ്ലസ്. അടുത്തത് എന്തുണ്ട്, QT സ്ക്വയർ ഉണ്ട്. QT സ്ക്വയർ എങ്ങനെ സോൾവ് ചെയ്യും? QT ആരാന്ന് നോക്കി. QT എന്ന് പറഞ്ഞാൽ ആരാ? B sin θ. അപ്പൊ QT സ്ക്വയർ എന്ന് പറയുമ്പോ എന്ത് വരും, B sin θ ഹോൾ സ്ക്വയർ. B sin θ ഹോൾ സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാ നോക്കിക്കോട്ടാ. R സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് 2AB cos θ പ്ലസ് ഈ സ്ക്വയറിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഈ സ്ക്വയറിന് ആർക്കൊക്കെ കൊടുക്കണം, ബിക്കും കൊടുക്കണം, കോസിനും കൊടുക്കണം. അപ്പൊ എന്ത് വരും, എങ്ങനെ കൊടുക്കും സ്ക്വയറിനെ? സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്യണ എങ്ങനെയാണ്, ഹോൾ സ്ക്വയർ വരുമ്പോ ബിക്കും കൊടുക്കണം, കോസിനും കൊടുക്കണം. തീറ്റക്ക് കൊടുക്കരുതിട്ടാ. അപ്പൊ എന്ത് വരും, ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ്. അതേപോലെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ, ഈ സ്ക്വയറിന് ആർക്കൊക്കെ കൊടുക്കും, ബിക്കും കൊടുക്കും, സൈനും കൊടുക്കും. അപ്പൊ എന്ത് വരും പറഞ്ഞേ, ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. യെസ്. ഇനി ഇത് കഴിഞ്ഞാൽ ചെയ്യാനുള്ളത്, ഇനി എളുപ്പമുണ്ട്, അത്ര ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊന്നുമില്ല, നോക്കിക്കോട്ടാ. ഇത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ശ്രദ്ധിച്ചോട്ടാ. R സ്ക്വയർ ഇസ് ഈക്വൽ ടു, എന്നെ കുറച്ചും കൂടി നീക്കിയത്, R സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, A സ്ക്വയർ പ്ലസ് 2AB cos θ പ്ലസ്. ശ്രദ്ധിച്ചേ, ഇവിടെ രണ്ട് ടേമുകൾ ഉണ്ട് അല്ലെ. രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള ഒരാൾ കിടപ്പുണ്ട്. ദേ നോക്കിയേ, ഇതൊരു ടേം ആണ്, ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഒരു ടേം ആണ്, ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മറ്റൊരു ടേം ആണ്. രണ്ടോടത്തും കോമൺ ആയിട്ടുള്ള ഒരു ടേം ആണ് ഈ പറയുന്ന ബി സ്ക്വയർ അല്ലെ. രണ്ടോടത്തും കോമൺ ആയിട്ടുള്ള ഒരു ടേം ആണ് ബി സ്ക്വയർ. അപ്പൊ ആ കോമൺ ആയിട്ടുള്ള ബി സ്ക്വയർ ഞാൻ എന്ത് ചെയ്യും, പുറത്തേക്ക് എടുക്കും. അപ്പൊ അതുവരെയുള്ളത് അതേപോലെ തന്നെ എഴുതി, ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab cos θ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി. ബി സ്ക്വയറിന് അവിടെ നിന്നാണ് മാറുക. ബി സ്ക്വയർ കോമൺ ആയാലും ബി സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ബി സ്ക്വയർ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബി സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ബാക്കി എന്ത് വരും, ഈ ടേമിന് ബി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക, കോസ് സ്ക്വയർ തീറ്റ പ്ലസ്. അടുത്തത് ഇതിന് ബി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക, സൈൻ സ്ക്വയർ തീറ്റ. ഇനി അടുത്ത് ചെയ്യാൻ പോണ കാര്യം എന്താ നോക്കിക്കോട്ടാ. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ്, നോക്കിക്കോട്ടാ, ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab cos θ പ്ലസ് ബി സ്ക്വയർ. എന്താ അപ്പൊ ഇതിനെ എഴുതാത്തെ?
ഇതിന് എഴുതാത്തതിന്റെ കാരണം എന്താ? കാരണം കോസ് സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ എന്താ? 1. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി അത് അറിയാത്തവരുടെ ഇപ്പൊ പഠിച്ചോ. കോസ് സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും കൂട്ടിയാൽ എന്താ വരിക? 1 ആണ്. അപ്പൊ ഇവിടുത്തെ കോസ് സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും കൂട്ടുമ്പോൾ 1 ആവും. അപ്പൊ ബി സ്ക്വയർ ഇൻറ്റു 1 എന്തായി പോയി? ബി സ്ക്വയർ തന്നെ ആയിപ്പോയി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? റിസൾട്ടന്റിന്റെ ഇപ്പൊ ആർ സ്ക്വയറിന്റെ ഇക്വേഷൻ ആണ് കിട്ടിയത്. പക്ഷെ നമുക്ക് ഇതിനെ എന്തിന്റെ ഇക്വേഷനിലേക്ക് മാറ്റണം? ആറിന്റെ ഇക്വേഷൻ കിട്ടണം. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ആർ സ്ക്വയറിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്, ആറിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ സ്ക്വയറിനെ കളയണം. സ്ക്വയർ കളയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? റൂട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ. ഇതാണ് റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇതല്ലാതെ നമുക്ക് അടുത്ത ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതുവരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഈ ഇക്വേഷൻ ആണ്, ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ആണ്. മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇപ്പൊ കിട്ടിയത്. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ പ്ലസ് ബി സ്ക്വയർ. ഇനി ഇതേപോലെ ഡയറക്ഷനും കൂടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. അത് ഇനി നമുക്ക് അടുത്ത് ചെയ്യാം. ശ്രദ്ധിച്ചോട്ടാ. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ സൈഡ് മായ്ക്കണേ, നോക്കിക്കോട്ടാ. യെസ്. അപ്പോ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ എഴുതുകയാണ്. കൺസിഡർ ട്രയാങ്കിൾ QOT എന്നുള്ള ട്രയാങ്കിൾ തന്നെയാണ് ഞാൻ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. QOT. ആ ട്രയാങ്കിളില് ടാൻ ആൽഫ എടുക്കാൻ പോവാണ്. എന്തെടുക്കാൻ പോവാണ്? ടാൻ ആൽഫ. ഓക്കെ, ടാൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? ടാൻ കാണാനുള്ള ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. എന്താണ് ടാൻ കാണാനുള്ള ഇക്വേഷൻ? എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനി നോക്ക, ഫിഗറിൽ നോക്ക. ടാൻ ആൽഫ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് ആൽഫ. നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ QOT, ഈ QOT എന്നുള്ള ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ആൽഫയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് ഏതാ? QT ആണ്. അപ്പൊ ഞാൻ എന്തെന്ന് എഴുതും? QT ബൈ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ താഴത്തുള്ള സൈഡാണ്. ഈ താഴത്തുള്ള സൈഡ് ഏതാ? OT ആണ്. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾ QOT, അതിൽ ടാൻ ആൽഫ എടുക്കുകയാണ്. ടാൻ ആൽഫ കാണാനുള്ള ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഈ ആൽഫയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡാണ് QT, അഡ്ജസന്റ് സൈഡാണ് OT. ഓക്കെ, ഇനി ഇതിൽ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്? ശ്രദ്ധിച്ചോട്ടാ. ടാൻ ആൽഫ ഈക്വൽ ടു QT അങ്ങനെ തന്നെ എഴുതാം. QT ബൈ OT. OTനെ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്? നേരത്തെ ഓർമ്മയുണ്ടാ? OTനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ്? ഞാൻ ഈ സ്റ്റെപ്പ് ഞാൻ അവിടെ മുകളിൽ എഴുതാട്ടോ, അല്ലെങ്കിൽ കാണൂല. ഓക്കെ, ഞാൻ ഈ ഭാഗത്ത് എഴുതാൻ പോകണം. ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ ഇപ്പൊ എന്ത് കിട്ടിയതേ? ടാൻ ആൽഫ ഈക്വൽ ടു QT ബൈ OT. OTനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? OS പ്ലസ് ST. അപ്പൊ ഞാൻ എഴുതാണ് OS പ്ലസ് ST. ഇനി ടാൻ ആൽഫ ഈക്വൽ ടു QT എന്ന് പറഞ്ഞാൽ ആരാ? QT എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ഡെറിവേഷൻ ചെയ്തപ്പോ അതൊന്ന് മറിച്ചു നോക്കിയാൽ മതി. നേരത്തെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. QT എന്ന് പറഞ്ഞാൽ ആരാ? B sin θ ആണ്. നേരത്തെ ആ ഡെറിവേഷനിൽ നോക്കിയാൽ മതിട്ടാ, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ചെയ്യണേ. QT എന്ന് പറഞ്ഞാൽ B sin θ ആണെന്ന് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ OS എന്ന് പറഞ്ഞാൽ ഏത് വെക്ടർ? OS A അല്ലേ. അപ്പൊ ഞാൻ എന്തെന്ന് എഴുതും? OS ന് പകരം A വെക്ടർ അല്ലെങ്കിൽ വെക്ടർ A പ്ലസ് ST എന്ന് പറഞ്ഞാൽ ആരാ? തൊട്ട് താഴെ എടുക്കേണ്ടത് നേരത്തെ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. ST എന്ന് പറഞ്ഞാൽ ആരാ? B cos θ. അപ്പൊ ഞാൻ എഴുതാണ് ST ക്ക് പകരം B cos θ. ഇനി ചെയ്യാൻ പോണോ? നോക്കിക്കോട്ടെ, ബാക്കി നോക്കിക്കോ, ശ്രദ്ധിക്ക. ഇപ്പൊ ടാൻ ആൽഫയുടെ ഇക്വേഷൻ കിട്ടി. ഇതിന് ആൽഫയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതായത് ടാനിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ടാനിനെ അപ്പുറം കൊണ്ടുപോയാൽ എന്താവുന്നത്? ടാൻ ഇൻവേഴ്സ് ആവും.
ടാനിന് അപ്പുറം കൂടെ ഏതുണ്ടാവും ടാൻ ഇൻവേഴ്സ്. അപ്പൊ എന്താവും ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ എനിക്ക് ആൽഫയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പൊ ടാനിന് അപ്പുറം കൂടെ ആയപ്പോ ടാൻ ഇൻവേഴ്സ് ആയി. ഇനി ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ ഡയറക്ഷൻ കാണാനുള്ള ഇക്വേഷൻ. റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ കാണാനുള്ള ഇക്വേഷനും കിട്ടി. അപ്പോ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനും എക്സാമിന് ചോദിക്കും, അതേപോലെ തന്നെ ഡയറക്ഷൻ കാണാനുള്ള ഇക്വേഷൻ ചോദിക്കും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. 3 മാർക്കിന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും പഠിക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് വാട്സപ്പ് ചെയ്ത് എന്നോട് ഡൗട്ട് ചോദിക്കാം കേട്ടാ. സോ താങ്ക് യു. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് പ്ലസ് 1 വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.